بسم الله الرحمن الرحيم. الحمد لله البر الجواد الذي جلت نعمه عن الإحصاء بالأعداد، المان باللطف والإرشاد، الهادي إلى سبيل الرشاد، الموفق للتفقه في الدين من لطف به واختاره من العباد. أحمده أبلغ حمد وأكمله وأزكاه وأشمله، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله المصطفى المختار صلى الله عليه وسلم وزاده فضلا وشرفا لديه. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا، بئس مثل القوم الذين كذبوا بآيات الله، والله لا يهدي القوم الظالمين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم: سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم، فإياكم وإياهم لا يضلونكم ولا يفتنونكم. شفيعنا رسول الله. يا رب صل على من حل في الحرم، طه الرسول الذي قد خص بالكرم. يا رب آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا، حصل مقاصدنا ذا الجود والكرم. ആദരണീയരായ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ അഭിമന്യരായ ഉസ്താദ് മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈളി, വേദിയിലുള്ള പണ്ഡിതന്മാരെ, വിശിഷ്ടാതിഥികളെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നല്ലവരായ ശ്രോതാക്കളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി
നടത്താനുള്ള സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും ദീർഘമായി പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ നമുക്ക് ഹിദായത്ത് നൽകി എന്നത്. ആ ഹിദായത്ത് നൽകുക എന്നത് അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹു ആ യഥാർത്ഥ ഹിദായത്തിൽ നമ്മളെയൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരെയും അടിയുറപ്പിച്ചു നിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ ആര് തന്നെ ആയിട്ടും, എത്ര വലിയവരായിട്ടും, സാമ്പത്തികമായ പുരോഗതിയുള്ളവരായിട്ടും, വാഗ്യരാസ്യം കൊണ്ട് അമ്മാനമാടുന്നവരായിട്ടും തന്നെ ഹിദായത്ത് ലഭിച്ചുകൊള്ളണം എന്നില്ല. അത് അല്ലാഹു നൽകുക തന്നെ വേണം. അല്ലാഹു നൽകിയെങ്കിൽ മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയില്ലേ? വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ വാക്യത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക്, നേർവഴിയിലേക്ക് ഹിദായത്തിലാക്കുന്നവൻ. പക്ഷേ അത് എല്ലാവരെയും ആക്കുകയില്ല. മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ അല്ലാഹു ഹിദായത്തിലാക്കുകയുള്ളൂ. നിങ്ങൾ നോക്ക്, നമുക്കറിയില്ലേ, ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കെല്ലാവർക്കും അറിയും, അല്ലാഹു ബഹുമാനിച്ച മഹാവ്യക്തിത്വമാണ്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ അനേകം മലക്കുകളുണ്ട്. ഉപരിലോകത്ത് വളരെ മലക്കുകൾ ഉണ്ടായിരുന്നു. ഉന്നതന്മാരായ മലക്കുകൾ. ലാ യഅസൂനല്ലാഹ, അല്ലാഹുവിനെ ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത, പറഞ്ഞതു മാത്രം ചെയ്യുന്ന മലക്കുകൾ. അല്ലാഹുവിന്റെ മലക്കുകൾ ലോകത്ത്, സ്വർഗലോകത്ത് ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ കാണാം, ഖുർആനിൽ കാണാം. ആ മലക്കുകളുടെ കൂടെ കഴിഞ്ഞിരുന്നയാളായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നമുക്കറിയില്ലേ, ഇബ്ലീസ് മലക്കുകളുടെ ഗുരുവര്യനായിരുന്നു, ഉസ്താദായിരുന്നു. ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവിമാരെക്കാളൊക്കെ ഏറെ വലിയ താടിയുള്ളയാളായിരുന്നു, വലിയ പ്രായമുള്ളയാളായിരുന്നു. പാണ്ഡിത്യം കൊണ്ട് ഇന്ന് കേരളത്തിലുള്ള മൗലവിമാരെ എല്ലാവരെ വെച്ചാലുമുള്ള പാണ്ഡിത്യത്തെക്കാളും ഒരുപടി മുന്നിലായിരുന്നു ഇബ്ലീസ്. നമുക്കറിയില്ലേ, അങ്ങനെയുള്ള ഇബ്ലീസ് മഹാത്മാക്കളായ മലക്കുകളോട് കൂടി സഹവസിച്ച് കഴിഞ്ഞിരുന്ന ആ സന്ദർഭത്തിൽ തന്നെ ആ ഇബ്ലീസിന് ഹിദായത്ത് നഷ്ടപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അല്ലാഹു പറഞ്ഞതെന്താണ്? പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഖാല, അല്ലാഹു പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. പോടാ, നീ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകൂ, നീ അഭിശപ്തനാകുന്നു. വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ഖിയാമത്ത് നാൾ വരെ എന്റെ ശാപം നിനക്കുണ്ടെന്ന് പറഞ്ഞ് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ച ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമുക്കറിയാം. ആ ഇബ്ലീസിന്റെ അത്ര പാണ്ഡിത്യവും അത്ര പ്രായവും അത്ര താടിയുമുള്ള ഒരു മൗലവിയും പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നീടുണ്ടായ മൗലവിമാരൊക്കെ ആ ഇബ്ലീസിന്റെ അനുയായികളാണ്, അതിൽ സംശയമില്ല. അതിൽ ഞാൻ ഒരാളോടും അഭിപ്രായ വ്യത്യാസത്തിലുമില്ല. ഇമാമുന റാസി റഹിമഹുള്ള പറഞ്ഞതുപോലെ, വകുല്ലു മുബ്തദിഉൻ മുതാബിഊന ലിഇബ്ലീസ്, എല്ലാ മുബ്തദിഉകളും പുത്തൻ പ്രസ്ഥാനക്കാരും ഇബ്ലീസിനെ പിൻപറ്റിയവരാകുന്നു. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, അപ്പൊ ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ജീവിച്ചത് മലക്കുകളുടെ കൂടെയായിരുന്നു, പക്ഷെ ഹിദായത്ത് ലഭിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹിദായത്ത് എന്നത് അല്ലാഹു തന്നെ നൽകണം. നിങ്ങൾ നോക്ക്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അഷ്റഫുൽ ഖൽഖാണല്ലോ, ലോകത്തിന്റെ നേതാവ്, പരലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന
തന്റെ നാട്ടിൽ തന്റെ കുടുംബങ്ങളായി ജീവിച്ചിരുന്ന ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു. അംറു ബിൻ ഹിഷാം നമുക്കറിയില്ലേ, അതുപോലെ ഉമർ ബിൻ ഖത്താബില്ലേ, വലിയ പ്രമുഖരാണ്. അന്നത്തെ യുവാക്കളുടെ പ്രതീക്ഷയായിരുന്നു, അവരൊക്കെ ആവേശമായിരുന്നു, നമുക്കറിയാം. പക്ഷേ എന്തുണ്ടായി? റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനായിട്ടുകൂടി അബൂലഹബ് അല്ലെങ്കിൽ അബൂജഹൽ അവർക്കാർക്കും അല്ലാഹു ഹിദായത്ത് നൽകിയില്ല. അതേ അവസരത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു ഹിദായത്ത് നൽകി. മഹാനവറുകൾ ഈ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവരിൽ രണ്ടാമത്തെ വ്യക്തിയായി. നിങ്ങൾ നോക്കണം സഹോദരന്മാരെ, ഹിദായത്ത് എന്ന് പറയുന്നത് അല്ലാഹു തന്നെ നൽകണം. അത് ഇല്ലാതെ പിന്നെ കുറെ ന്യായം പറഞ്ഞതുകൊണ്ടോ വാഗ്വിലാസം കൊണ്ടോ മുസ്ലിങ്ങൾ ആരും അതിൽ വഞ്ചിതരാകരുത്. ഹിദായത്ത് നഷ്ടപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് പുറത്തു പോന്നപ്പോ ഇബ്ലീസും ഇതുപോലെ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചു, ന്യായം പറഞ്ഞു. അവൻ ജനങ്ങളെ വിളിച്ചു പറഞ്ഞു. എന്തിന്? അല്ലാഹുവിനോട് തന്നെ ന്യായം പറഞ്ഞു. പടച്ചവനെ, നീ എന്താണ് ഈ പറയുന്നത്? നീ ഈ ചെയ്തത് ശരിയല്ലല്ലോ. കാരണം എന്തേ? ആദമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണ് നീ എന്നെ പുറത്താക്കിയതെങ്കിൽ നിനക്കറിയാമോ, ആദം മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. തീയും മണ്ണുമായാൽ ഔന്നിത്യം ഏതിനാണ് റബ്ബേ? അത് തീരല്ലേ, മണ്ണിനല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? ഇബ്ലീസിന്റെ ന്യായം എന്തുമാത്രം നല്ല ന്യായം! പുറത്തേ കേൾക്കുമ്പോ നല്ല ന്യായം, പക്ഷേ ആ ന്യായവും നിന്റെ ആ പ്രസംഗവും ആ വിശദീകരണവും ഒന്നും എനിക്ക് ആവശ്യമില്ല. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോകൂ നീ പുറത്തേക്ക്, എന്റെ ഹിദായത്ത് നിനക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വിശ്വാസികളായ നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കണം. അല്ലാഹു ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന് നമുക്ക് വേണ്ടപ്പെട്ടവർക്കുമൊക്കെ അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ ഹിദായത്ത് സിറാത്തുൽ മുസ്തഖീമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ ഏതാനും മൗലവിമാരെ, താടിയും തലപ്പാവുമുള്ള കുറെ ആളുകളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. എന്തിനാണത് പ്രദർശിപ്പിച്ചത് എന്ന് ഈ കൊണ്ടുവന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, അതിൽ ഞങ്ങൾക്ക് ഒരു അതിശയോക്തിയുമില്ല. എന്തുകൊണ്ടെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയല്ലേ? ഇത് പഠിച്ചവരല്ലേ ഞങ്ങള്? കേരളത്തിലെ മുജാഹിദുകളുടെ നേതാക്കൾ KM മൗലവിയും വക്കം മൗലവിയും അതുപോലുള്ള മൗലവിമാർ, അവരൊക്കെ താടി വെച്ചവർ, തലപ്പാവ് വെച്ചവർ, നീളക്കുപ്പായമിട്ടവർ, സുന്നികളുടെ അതേ വേഷമായിരുന്ന ആളുകളായിരുന്നു. അതിൽ നിന്ന് രാജിവെച്ചിട്ട് തന്നെയാണ് അവര് മുജാഹിദായിട്ടുള്ളത് എന്ന് മുജാഹിദുകളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും തിരിയുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇത് വലിയ കാര്യമായി ഇവിടെ പ്രദർശിപ്പിച്ചത് എന്നത് ഞങ്ങൾക്കാർക്കും തിരിയുന്നില്ല. ലോകത്ത് മുജാഹിദിന് ഇവിടെ പഴക്കമില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇസ്ലാമിന്റെ ആദ്യകാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സുന്നിയാണ്. കേരളത്തിലെയും പാരമ്പര്യം അതാണ്. 1920-കൾക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനമെന്ന് കേരളത്തിലെ മുജാഹിദുകൾ, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറെ ആളുകളെ പ്രദർശിപ്പിച്ചത് കൊണ്ട് ഇവിടെയുള്ള സുന്നികൾ എല്ലാവരും മുജാഹിദായി തീരും, ഒലിച്ചു പോകുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. കേരളത്തിലെ പഴയകാല മുജാഹിദുകൾ, KM മൗലവി ഉൾപ്പെടെയുള്ള മൗലവിമാർ, സഹോദരന്മാരെ, അവരൊക്കെ സുന്നികളാണ്, അവരൊക്കെ താടി വെച്ചവരാണ്, അവരൊക്കെ തലപ്പാവ് വെച്ചവരായിരുന്നു, അവരൊക്കെ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ടവരായിരുന്നു എന്ന വസ്തുത ഇത് സംഘടിപ്പിച്ച മൗലവിമാർക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ നേതാവ് പറയുന്നത് ഞാൻ ആദ്യം കേൾപ്പിക്കാം. ബിസ്മില്ല, ഒന്നാമത്തെ ക്ലിപ്പ് അതന്നെയാണ്. ആ നേതാവ് സക്കരിയ സലാഹി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. പഴയകാല നേതാക്കളൊക്കെ സുന്നികളും മുസ്ലിംമാരുമാരും ആയിരുന്നു, അതിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് അവർ മുജാഹിദായത്. അതന്നല്ലേ നേരത്തെ നടന്നിട്ടുള്ള ആ ചരിത്രമല്ലേ ഇവിടെ നടക്കുന്നത്? പിന്നെ ഇതിൽ എന്ത് അതിശയോക്തിയുണ്ട് എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം. സക്കരിയ സലാഹി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ.
പ്രസ്ഥാനം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരെ ആദ്യം കുറെ ആദർശങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചതല്ല. ഈ സമുദായത്തിലെ തെറ്റുകൾ ഓരോന്നോരോന്ന് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാർ മാറാൻ തുടങ്ങി. കെ എം മൗലവിയും ഇ കെ മൗലവിയും ഒക്കെ തലേക്കെത്തിയ മുസ്ലിയാക്കന്മാരായിരുന്നു. കെ എം മൗലവിന്റെ ശരിയായ പേരെന്താരോ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പൊ സ്വാഭാവികമായും തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവ് കിട്ടുന്ന തിരുത്തിക്കൊണ്ടേയിരുന്നു. കണ്ടോ? അപ്പൊ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. കെ എം മൗലവിയും ഇ കെ മൗലവിയും ഒക്കെ താടി വെച്ച അതുപോലെ തലപ്പാവ് ധരിച്ച മുസ്ലിയാക്കന്മാരായിരുന്നു എന്നാ പറഞ്ഞത്. പിന്നെ വല്ലപ്പുഴയിൽ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഘോഷിച്ച് നടത്തിയതിൽ ഒരു പ്രസക്തിയുമില്ല എന്ന കാര്യം ആദ്യമായി ഞാൻ ഇവിടെയുള്ള മുജാഹിദുകളെ അറിയിക്കുകയാണ്. അതേ അവസരത്തിൽ ഒരു കാര്യമുണ്ട്. മുജാഹിദാകുന്ന ആ ഏഴാകൂടത്തിൽ ആ പൈശാചിക ബാധ ഏറ്റ പ്രസ്ഥാനത്തിൽ അകപ്പെട്ടു പോയിട്ട് അതിൽ നിന്ന് ഇസ്ലാമിലേക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അതാണ് നമ്മൾ ഇവിടെ ഈ സ്റ്റേജിൽ കണ്ടിട്ടുള്ളത്. ഈ കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേട്ടമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരാജയമാണ്, ആശയ പാപരത്വമാണ് എന്ന വസ്തുത നിങ്ങൾ മറക്കരുത് സഹോദരന്മാരെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഇങ്ങനെ പൂർവീകർ പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, അവർ സ്വീകരിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്, ഇവിടെ വഹാബികൾ ഉണ്ടാകുന്നത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത്. അവരിവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം മുസ്ലിം ലോകത്തെ, കേരള മുസ്ലിമീങ്ങളെ, പൂർവീക മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കി ചിത്രീകരിക്കുക എന്നതാണ്. ആദരണീയരായ സാദാത്തുക്കളെ താറടിക്കുക എന്നതാണ്. മഹാന്മാക്കളെ കൊച്ചാക്കുക എന്നതാണ്. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജീവിച്ചു പോന്നിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മറക്കാൻ പാടില്ല. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വല്ലപ്പുഴയിൽ നേരത്തെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് കേൾപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്നു. മാത്രമല്ല ആദരണീയരായ സാദാത്തുക്കളെ അവർ താറടിക്കുന്നു. നിങ്ങൾ നോക്ക്, കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നത് എന്താണ്? കേരളത്തിലെ പാണക്കാട് കുടുംബം, കൊടപ്പനക്കൽ തറവാടെന്ന് ആദരവോടെ നമ്മളൊക്കെ പറയുന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തെ കുറിച്ച് മുജാഹിദ് നേതാവ് പറയുന്നത് എന്താണെന്നറിയാമോ? പാണക്കാട് തങ്ങൾ, ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവാണെന്ന് ഞങ്ങളോട് ചോദിക്കും. അല്ല, ഇതാണ് ഞങ്ങളുടെ മറുപടി. പിന്നെ ആരാ? ഉമ്മൻചാണ്ടിയെ പോലെ, കരുണാകരനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവാകുന്നു. സാദാത്തുക്കളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. സക്കരിയ സലാഹി എന്ന നേതാവ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അയാൾ പറയട്ടെ. പിന്നെ തങ്ങന്മാരെങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങള് പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിന് ഒരു നേതാവ്, മതസംഘടനയിൽ ഒരു നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ രാഷ്ട്രീയ നേതാവൊന്നുമില്ല. ചില ആൾ ഒരു ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രയാണ് ഞങ്ങൾക്ക്. കണ്ടോ? അപ്പൊ കരുണാകരന്റെ മാതിരി, ഉമ്മൻചാണ്ടിയുടെ മാതിരിയുള്ള ഒരു നേതാവാണ് ശിഹാബ് തങ്ങൾ എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നത്. ഇത് ഈ രാജ്യത്ത് ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞില്ല. പാണക്കാട് തങ്ങൾ അല്ലെങ്കിൽ ഖലീൽ തങ്ങൾ ഇവരൊന്നും തങ്ങന്മാരല്ല. അങ്ങനെ ഒരു തങ്ങൾ പരമ്പര തന്നെ ഇല്ല എന്നാ മുജാഹിദുകൾ പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് നേതാവ് തന്നെ പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവി പറയുന്നത് കേട്ടോളൂ. അയാൾ പറയട്ടെ. അല്ലാതെ അവിടെ തങ്ങളുടെ കുടുംബം, ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. കണ്ടില്ലെങ്കിൽ? അപ്പൊ അങ്ങനെ റസൂലുള്ളാഹിന്റെ ഒരു രക്തബന്ധവുമില്ല, ആദർശം കൊണ്ട് തീരെയുമില്ല. അങ്ങനെ തങ്ങന്മാര്, പാണക്കാട് തങ്ങള്, ഖലീൽ തങ്ങള് എന്നൊന്നുമില്ല. തങ്ങന്മാരില്ല. എന്നാ പിന്നെ തങ്ങളുണ്ട്. ആരാ തങ്ങള്? ഉള്ള തങ്ങൾ ഏതാ? അയാൾ തന്നെ പറയുന്നു. ഏതൊക്കെയാണ് തങ്ങൾ എന്നറിയാമോ? LK അഡ്വാനി, ലാൽകൃഷ്ണ അഡ്വാനി ഒരു തങ്ങളാ. വേറൊരു തങ്ങളാരാ? അതുപോലെ തന്നെ അശോക് സിംഗാൾ വേറൊരു തങ്ങള്. വേറൊരു തങ്ങളാരാ? സാറാമ, കല്യാണിക്കുട്ടി. ഇവരൊക്കെ എത്ര തങ്ങൾ? ഇയാൾ എന്താ? അവര് ബീദിമാരാണെന്ന് പറയാണെങ്കിൽ പിന്നെയും തെറ്റില്ല. സാറാമ തങ്ങളാണെന്നപ്പോ മൂപ്പര് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അയാൾ പറയുന്നത് കേട്ടോളൂ. അയാൾ പറയട്ടെ. ആദം നബിയുടെ മക്കളാണ് നമുക്കൊക്കെ. അബുൽ ബശർ ആദം അലൈഹി
സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും കെട്ടിയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്. എല്ലാവരും തങ്ങളുടെ മക്കളാണ്. കേട്ടില്ലെങ്കിൽ എല്ലാവരും തങ്ങന്മാരാകുന്നു. അപ്പൊ തങ്ങന്മാർ എന്ന് പറയുന്ന ഒരു വർഗമില്ല. പാണക്കാട് തങ്ങളോ ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. ഉള്ള തങ്ങന്മാരാരാ? അത് ലാൽകൃഷ്ണ അഡ്വാനി, അശോക് സിംഗാൾ പോലെയുള്ളവരാകുന്നു. നിങ്ങൾ ചിന്തിക്കണം. മുസ്ലിം സമുദായം നൂറ്റാണ്ടുകളായി ആദരവോടെ കാണുന്ന മഹാത്മാക്കളായ സാദാത്തുക്കൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ, മഹാത്മാക്കൾ, അവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടല്ലാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ മഹാത്മാക്കളോടും സാദാത്തുക്കളോടും ആലിമീങ്ങളോടും ഒരു ബഹുമാനമുണ്ട്, മഹത്വമുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രത്തിനും ഒരു മഹത്വമുണ്ട്. അത് മുജാഹിദ് മനസ്സിലാക്കി അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏതാനും മൗലവിമാരെ ഞങ്ങളൊക്കെ ധരിച്ച ഈ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന വസ്തുത പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാമോ, ഇങ്ങനെ കുറെ ആളുകളെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഇവരെ കുറിച്ച് പഠിച്ചു നോക്കി. എന്താണ് ഇവർ മുജാഹിദാവാനുള്ള കാരണം? ഇവർ മുജാഹിദാവാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോ ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഒരു കാരണമായേക്കാം. എന്താണ് അയാൾ പറയുന്നത്? കേരളത്തിലുള്ള സർവ്വ മുസ്ലിം പണ്ഡിതന്മാരെയും സുന്നി പണ്ഡിതന്മാരെയും പേരോട് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെയൊക്കെ അവരൊക്കെ ഒരു ഭാഗത്ത് പ്രസംഗിക്കാതെ ഒരു ഭാഗത്ത് കെട്ടിടണം. എന്നിട്ട് എന്തു ചെയ്യണം? അവർക്ക് ഒരു ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ പിരിച്ച് അവരെ കയ്യിൽ അങ്ങോട്ട് എത്തിക്കാം. എന്നിട്ട് നിങ്ങളൊന്നും പ്രസംഗിക്കണ്ട, ഞങ്ങൾ പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് അവരെ മിണ്ടാതാക്കുക. എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ കേരളത്തിൽ ഇവിടെ കുറെ ആൾക്കാരെ ഞങ്ങളെ ആളുകളാക്കാൻ കഴിയും എന്നാര് പറയുന്നു? മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ആ ലക്ഷങ്ങൾ വാങ്ങിയവരാണോ ഇവിടെ വന്നിട്ടുള്ളവർ എന്ന് ഞാൻ സംശയിച്ചെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, എന്റെ വകയല്ല, അയാൾ പറയട്ടെ. അല്ല, ആ അണ്ണാക്ക് തള്ളി കൊടുക്കുക ഒരു 50,000 60,000 എന്നിട്ട് 1.5 മാസം മിണ്ടാണ്ട് തിരിക്കാൻ പറയാം. എന്നാൽ തന്നെ ഒരുപാട് മനുഷ്യന്മാർ രക്ഷപ്പെടും. എനിക്കൊരു പുതിയ പോളിസി, ഒരു പദ്ധതി ഉള്ളണ്ടാവും. പള്ളിക്കൊക്കെ പൈസ പിരിക്കുന്നതിനേക്കാളും മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യാൻ, ഒരു 50 കോടി ഉറുപ്പിയൊക്കെ. എന്നിട്ട് ഓരോ പള്ളിയിലെ മുസ്ലിയാക്കന്മാരോട് കുറച്ച് കാലത്തേക്ക് പ്രസംഗിക്കേണ്ട, പൈസയല്ലേ പ്രശ്നം, അതിതാ ഒരു 10 കോടി, ഒരു 5 കോടി, ഒരു കോടി, അത് തീരുന്നവരെ അക്കാലയളവിൽ ഞങ്ങൾ വയലിറങ്ങോടാ. എന്നാൽ ആ കാലയളവ് കുറെ എണ്ണം സ്വർഗത്തിലേക്ക് നല്ല മനുഷ്യന്മാരായിട്ട് പോകും. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങളൊരു മുസ്ലിയാരെ സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിക്കും, മുസ്ലിയാരെ നിങ്ങൾ ചെയ്യുന്ന അദ്ദാദ് റാത്തീബ് മറ്റേതൊക്കെ തെറ്റല്ലേ, ജീവിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നത്? 1500. നിങ്ങൾക്ക് എത്ര കിമ്പളോ? 15,000. പിന്നെ എങ്ങനെ കിമ്പളം ഒഴിവാക്കി ശമ്പളത്തിൽ മാത്രം നിൽക്കൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50,000 വീതം മാസം ഏറ്റവും പേരോടക്കമുള്ള ആളുകൾക്ക്, കുറച്ച് സ്ട്രോങ് ഉള്ള ആളുകൾക്കൊക്കെ നല്ല സംഖ്യ കൊടുക്കുക. നിങ്ങൾ അവിടെ ഇരുന്നോളി അറിയാം. ആ പൂതി അവിടെ മനസ്സിൽ വെച്ചോ മൗലവി. വിവരമുള്ളവരുടെ മുമ്പിൽ നടക്കൂല. പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുത്തപ്പം നടന്ന കുറെ ആളുകളുണ്ട്. അവരാണ് ഇവിടെ നിങ്ങൾ അടിനിരത്തിയിട്ടുള്ള ആളുകൾ. നിങ്ങളെ നാവിലൂടെ ഇത് പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളെ കൊണ്ട് പടച്ചവൻ ഇത് പറയിപ്പിച്ചിരിക്കുന്നു. സഹോദരന്മാരെ മനസ്സിലാക്കണം. ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വല്ലപ്പുഴയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംവാദ വ്യവസ്ഥ, ഞാൻ അതിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും കുറച്ച് സൗകര്യം അല്ലെങ്കിൽ ഉള്ള സൗകര്യം അനുസരിച്ച് കുറച്ച് നേരം നിൽക്കണം. നിങ്ങൾ ഇത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ആ വല്ലപ്പുഴയിൽ സംഭവിച്ചത് എന്ത് എന്ന് പറഞ്ഞ് വഹാബികളുടെ ഇവിടെ നടന്ന സംവാദ അവരുമായി നടന്ന സംവാദ വ്യവസ്ഥയുടെ പ്രസക്തമായ ആ ഭാഗങ്ങൾ മാത്രം, പ്രസംഗമല്ല ഇത്, അത് നടന്ന 2 ഭാഗത്തും നടന്നിട്ടുള്ള ആ പ്രസംഗങ്ങളും അവിടെ ആരാണ് മൗലിദ് തള്ളിയത്, ആരൊക്കെയാണ് ശിർക്കല്ല എന്ന് പറഞ്ഞത് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയിക്കുന്ന 2 CD ഉള്ള ഒരു ഡോക്യുമെന്ററി ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് പ്രവർത്തകർ. അതും നിങ്ങൾ വാങ്ങണം. മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഇവരൊക്കെ മുജാഹിദാവാനുള്ള കാരണം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. വേറൊരു കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോ, പുതിയതായി മതം മാറിയ വേറൊരു മൗലവിണ്ട്. അയാളുടെ പേര് ഹമീദ് മൗലവി ബിളയിൽ എന്നാണ്. ആ മൗലവിയുടെ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം കേട്ടപ്പോ 1ാം ക്ലാസ് വേണ്ട 5ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ വിവരം പോലും അയാൾക്കില്ല എന്ന് തോന്നിപ്പോയി. എന്താ കാരണം എന്നറിയോ സഹോദരന്മാരെ? നമുക്കെല്ലാവർക്കും അറിയാം,
തൂഫാൻ എന്ന വെള്ളപ്പൊക്കമുണ്ടായത്, പ്രളയമുണ്ടായത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. എല്ലാവർക്കും അറിയാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തായിരുന്നു. നമ്മുടെ മങ്കൂസ് മൗലിദിൽ കാണാം അല്ലാഹു അല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബികൗനിഹി വാലിദൻ വസ്തഗാസ ബിഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂൽ മുഖേന സഹായം തേടി എന്ന ഒരു പരാമർശം മങ്കൂസ് മൗലിദിൽ കാണാം. ആ മങ്കൂസിനെ കൊച്ചാക്കിക്കൊണ്ട് ഇപ്പൊ പുതിയ മതപരിവർത്തനം നടത്തിയ ഒരു മൗലവിയാണ് ഹമീദ് മൗലവി, വിളയിൽ, മലപ്പുറം ജില്ലക്കാരനാണ്. അയാൾ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഈ മതം മാറുന്ന ആളുകളുടെ വിവരം നിങ്ങൾ ഓർക്കണം. ഇവർക്കിത് മതം എന്തുകൊണ്ട് മാറിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അയാൾ പ്രസംഗിക്കുന്ന ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. അതിലെന്താ പറയുന്നത്? തൂഫാൻ എന്ന വെള്ളപ്പൊക്കം ഉണ്ടായത് ലൂത്ത് നബിയുടെ കാലത്താകുന്നു. അതിന് അയാൾ ഖുർആൻ ഓതിയിട്ട് അർത്ഥം വെക്കുന്നത്. അതാ രസം. അപ്പൊ ഒരാൾ ഇത് സഹി കെട്ടപ്പോ സ്റ്റേജിലിരുന്ന ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു, അങ്ങനല്ല മൗലവി, അത് നൂഹ് നബിയുടെ കാലത്താണ്. അപ്പൊ മൂപ്പരാത് വന്നാ നൂഹ് നബിയുടെ കാലത്താണെന്ന് ഇവിടുന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ മൂപ്പരാത് അല്ലല്ല ലൂത്ത് നബിയുടെ കാലത്തല്ലേ മൂപ്പര് പറയാം. അങ്ങനെ മൂപ്പരത് അർത്ഥം വെച്ച് അങ്ങനെ പോവുകയാണ്. എന്നിട്ട് പിന്നെ മൂപ്പര് മങ്കൂസ് പോലതിനെ വിമർശനത്തിന് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു അല്ലദീ വസ്തഗാസ ബിഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയോട് സഹായം തേടി. ഇതിന് വായിച്ച മൂപ്പര് ഒരു അന്തം വിട്ട് കയറി നിൽക്കുക, ഇടി വെട്ടേറ്റതുപോലെ ഒരു അന്തം വിട്ടുക. നിങ്ങൾ ചിന്തിക്കണം, ഇവരുടെ വിവരം എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കേട്ടോളൂ, പുതിയ മതം മാറിയ ഒരു മൗലവിയാണ്, വിളയിൽ ഹമീദ് മൗലവിയാണ്. ആ മൗലവി ഇതൊക്കെയാണ് ഇവർക്ക് മതം മാറാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. എല്ലാ മൗലവിമാരുടെയും ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കും ഇൻഷാ അല്ലാഹ്. ആ വെച്ചുകൊടുക്കും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നുണ്ടാ, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. നിങ്ങൾ താങ്ങി നടക്കുന്ന മൗലവിമാരുടെ വിവരമാണിത്, പഠിച്ചോളൂ. കഴിഞ്ഞിട്ടില്ല, പടച്ചോൻ ഖുർആനിൽ പറയുക, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, അദ്ദേഹത്തിന്റെ അയൽക്കാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. വലായത്തിലല്ല, വേറെയും ആയത്തിൽ ാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്കി. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയുക. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം ലൂത്ത് നബിയാണ് വിശ്വസിച്ചില്ലെങ്കിൽ ആള് കാഫിറാണ്. ചിന്തിക്കണങ്ങൾ പറയട്ടെ. വിശ്വസിച്ചാലോ ചരിത്ര കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റജാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. അതാ മൗലവിമാര് എങ്ങനെയുണ്ട്? അതാ ഇത് നിങ്ങൾ അവിടെ ദൂരം നിന്ന് പിടിക്കണ മൗലവിമാര് ശ്രദ്ധിച്ചോളൂ, നന്നായി പിടിച്ചോളൂ എന്നാ പറയാനുള്ളത്. പിടിക്കണം, നിങ്ങൾ ദൂരം നിൽക്കണ്ട, അടുത്ത് വന്ന് പിടിക്കണം എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. മാറി നിൽക്കണ്ട, കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരിക്കണ്ട, അടുത്ത് വന്നോളൂ, പിടിച്ചോളൂ. പറയട്ടെ, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. വെച്ചുകൊടുക്ക്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നോക്കിക്കൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. മൗലവി, ഇവർ താങ്ങിക്കൊണ്ട് നടക്കുന്ന മൗലവിമാരുടെ മഹാപാണ്ഡിത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞ നിങ്ങൾ സഹോദരന്മാരെ, ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പൊ മതം മാറി എന്ന് പറഞ്ഞ് കുറെ താടി വെച്ച്, കുറെ തലീകെട്ട് കെട്ടി, കുറെ ആളുകൾ അവരെ കൊണ്ടിരുത്തി, വേണ്ട സാക്ഷാൽ ഇബ്ലീസിനെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയാലും വല്ലപ്പുഴയിലെ വിശ്വാസികൾ അതിൽ വഞ്ചിതരാവുകയില്ല. പഠിച്ചോളൂ നിങ്ങൾ. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നടത്തിയ പ്രസംഗം, ആ പ്രഭാഷണത്തിന്റെ സീഡി കണ്ടു. അപ്പോ 10-ലധികം മൗലവിമാര്, പഴയതും പുതിയതുമായ മൗലവിമാർ ഇവിടെ വന്നു. ഞാൻ ആ പ്രസംഗം കണ്ടപ്പോ കരുതിയത്, പടച്ചോനെ, എന്നപ്പോ വല്ലപ്പുഴയിൽ നടന്ന സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്
സുബ്ഹാനല്ലാഹ്, ആ സംവാദത്തിന്റെ വ്യവസ്ഥ കണ്ട് മുജാഹിദായ മൗലവിമാരായിരിക്കും ആ വന്നത് എന്നാണ് ഞാൻ കരുതിയത്. അല്ല, അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ എന്ന് വന്ന് നോക്കിയപ്പോ ആ പ്രസംഗങ്ങളെ കേട്ടപ്പോ ഓരോരുത്തർ പറയാൻ തുടങ്ങി, ഓരോരുത്തർ മുജാഹിദായ കാലം. ഒരാൾ പറയാം ഞാൻ 1963 മുജാഹിദായ ആളാണ്. ഉദ്ഘാടനം ചെയ്ത ആള് പറയാം ഞാൻ 63 മുജാഹിദായത്. അതായത് എന്റെ വാപ്പ ജനിച്ചിക്കണമെന്നാവാന്നൊക്കെ. നിങ്ങൾ നോക്കണം, ഇവരെയാണ് ഇപ്പൊ മതത്തിന് പുതിയ ആളുകളായി കൊണ്ടു നടത്തിയ ആളുകൾ. നിങ്ങൾ ചിന്തിക്കണം, ആരാ ഐരീതങ്ങൾ. അത് ഇയാൾ നോട്ടീസ് കണ്ടപ്പോ അബൂബക്കർ മൗലവി പറഞ്ഞു, പറച്ചോനെ ഞാൻ 30 കൊല്ലായി വന്നിട്ട് അതിന്റെ മുമ്പുള്ള ആളാണല്ലോ അയാള്. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദുകളുടെ തട്ടിപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കരുതിയത് വല്ലപ്പുഴയിലെ നമ്മുടെ സംവാദ വ്യവസ്ഥ കഴിഞ്ഞപ്പോഴേക്ക് പടച്ചവനെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി മുജാഹിദായി ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് കരുതി ബേജാറിലാ വന്നത്. പ്രസംഗം കേട്ടു നോക്കിയപ്പോഴാ കല്ലി തിരിഞ്ഞത്. ഇത് എന്നോ വന്ന പോയ മുജാഹിദുകൾ ഓരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വേദികളില്ലാതെ സദസ്സുകളില്ലാതെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സാധുക്കള്. അവരെ പിടിച്ചു കൊണ്ടുവന്നതാണ്. അതിലൊന്നും വല്ലപ്പുഴയിലെയും പരിസരത്തിലുമുള്ള സുന്നികൾ വഞ്ചിതരാവുകയില്ല എന്ന കാര്യം ഈ രാജ്യത്തെ മുജാഹിദുകൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരാൾ ലബ്ബ മൗലവി പറയാ ഞാൻ 10 കൊല്ലമായി മുജാഹിദിലേക്ക് വന്നിട്ട്, ഈയിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നയാൾ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തത്. അയാൾ പ്രസംഗത്തിൽ പറയുന്നതോ ഞാൻ 10 വർഷമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ട്. എങ്ങനെയുണ്ട്? എല്ലാവരും അങ്ങനെയാണ്. വർഷങ്ങൾ 5 വർഷം 10 വർഷം 12 വർഷവും അതുപോലെ 20 വർഷമൊക്കെ കഴിഞ്ഞ ആളുകൾ, 30-35 വർഷം മുമ്പ് മുജാഹിദായ ആളുകൾ, അവരാ ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് നിങ്ങളും മുജാഹിദിക്ക് പോകാനോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാ. മനസ്സിലായോ നിങ്ങൾ? ഈ ജാതി വിഡിത്തം വിളമ്പരുത് സഹോദരന്മാരെ. ഞാൻ ചുരുക്കി പറയുന്നു, വല്ലപ്പുഴ ഇവിടെ നടന്ന, ഇവിടെ കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, വല്ലപ്പുഴയുമായി ബന്ധപ്പെട്ട വലിയ ഒരു ബഹളങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മൗലവി പറഞ്ഞു, വല്ലപ്പുഴ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിവാദമായി പല ഭാഗത്തും വല്ലപ്പുഴയിൽ സുന്നികൾ എന്തു ചെയ്തു, അവിടെ മൗലിദൊന്നും അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ബഹളം വെക്കുകയാണ്. സംഭവിച്ചത് എന്താണ് എന്ന് പലർക്കും അറിയില്ല. എത്രത്തോളം അറിയും? ഒരു മൗലവി പറഞ്ഞു, ആ ക്ലിപ്പ് അതിനുണ്ട്. വല്ലപ്പുഴ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനടുത്ത വല്ലപ്പുഴയിൽ ഒരു സംവാദ വ്യവസ്ഥ കഴിഞ്ഞുകൊണ്ടാണ് നമ്മുടെ മൗലവിമാര് വരുന്നത്. 3 ദിവസം 2 ദിവസം ഇന്നലെ നിലമ്പൂര് വല്ലപ്പുഴയിൽ വെച്ച് ഒരു വാദപ്രതിവാദം എഴുതിയിട്ടാണ്, വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വരെ പോയിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ കടന്നു വന്നിട്ടുള്ളത്. നിലമ്പൂരിനടുത്ത വല്ലപ്പുഴ, ഈ വല്ലപ്പുഴ എവിടെയെന്ന് പോലും ഈ മൗലവിക്ക് അറിയില്ല. ഇവരാണ് എന്നിട്ട് വല്ലപ്പുഴ വ്യവസ്ഥ വിശദീകരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഞാൻ പറയുന്നത്, വല്ലപ്പുഴയിലെ വ്യവസ്ഥയിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന വളരെ വലിയൊരു ദുഷിച്ച വിശ്വാസം, ആ വിശ്വാസം മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ട് തിരുത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് വല്ലപ്പുഴ വാദപ്രതിവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ വിജയം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വെറുതെ പറയുകയല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചിരുന്ന വിശ്വാസമുണ്ട്. എന്താണത്? മൗലിദ് പാരായണം ചെയ്യുക എന്ന ഈ കർമ്മം അത് ശിർക്കാകുന്നു, അത് കുഫ്റാകുന്നു എന്നായിരുന്നു മൗലവിമാർ ഇവിടെ വിശ്വസിച്ചിരുന്നത്. സഹോദരന്മാരെ, ഞാൻ വെറുതെ പറയുകയല്ല. മുജാഹിദ് മൗലവിമാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി എഴുതിയ പുസ്തകമാണ്. എന്താണ് ഇതിന്റെ പേര്? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ 11ാമത്തെ പേജിൽ പറയുന്നത് എന്താ? കേട്ടോളൂ നിങ്ങൾ. മൗലൂദിന്റെ ഉള്ളടക്കത്തിലെ തെറ്റുകൾ വിവരിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും, ലേഖനങ്ങൾ എഴുതിയത് നിങ്ങൾ വായിച്ചിരിക്കും. അങ്ങനെ ഈ തരം തെറ്റുകളില്ലാത്ത മൗലൂദാണെങ്കിൽ തരക്കേടില്ല എന്ന് ഒരു പക്ഷേ ആളുകൾ ധരിച്ചേക്കും. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറഞ്ഞത്? മൗലിദിന്റെ ഉള്ളടക്കത്തിൽ കുഴപ്പമുണ്ട്, തെറ്റുണ്ട്, അതിൽ കുറെ ഖുറാഫാത്തുണ്ട്, ശിർക്കുണ്ട് എന്നൊക്കെ നമ്മുടെ പല മൗലവിമാരും പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. ഉമർ മൗലവി പറയാം. പക്ഷെ എനിക്ക് മൂപ്പർ പറയും സംഗതി അതൊന്നുമല്ല. പിന്നെയോ, പക്ഷേ ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദായാലും മേൽ പറഞ്ഞ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഉള്ളടക്കത്തിന് ശിർക്കില്ലാത്ത മൗലൂദ, എന്നാലും ഇത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടൂല.
അല്ലാഹു അല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിക്കുക എന്ന ശിർക്കിന്റെ അടിസ്ഥാനം എല്ലാ മൗലൂദിലുമുണ്ട്. നമ്മൾ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോ, മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മൗലിദ് ഓതുമ്പോ, മങ്കൂസ് മൗലിദ് ഓതുമ്പോ, ശറഫുൽ അനാ മൗലിദ് ഓതുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് മനസ്സിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട്, പൊരുത്തമുണ്ട്, അല്ലേ? അവിടത്തോടുള്ള അനുകമ്പ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മൗലൂദ് ഓതുന്നത്. അതിനാൽ ഉമർ മൗലവി പറയുന്നത്, മുജാഹിദുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാൽ മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. ഏത് മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. ഉള്ളടക്കത്തിൽ ശിർക്ക് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഏത് മൗലൂദും ശിർക്കാകുന്നു. ഉമർ മൗലവി എഴുതിയിട്ടുള്ള പുസ്തകം ഉമർ മൗലവിയുടെ സ്വന്തം അഭിപ്രായമാണെന്ന് മറുപടി ഒറ്റയ്ക്കിരുന്ന് പറയണ്ട. ഈ പുസ്തകത്തിന്റെ അവസാന പേജിൽ ഇതിന് അംഗീകാരം കൊടുക്കുന്നത് ആരൊക്കെയാണ്? സ്ക്രീനിൽ നോക്കിക്കോളൂ. ഇത് മുഴുവനും ഞങ്ങൾ വായിച്ചു പൂർണ്ണമായി ഞങ്ങൾ അനുകൂലിക്കുന്നു. ഇത് വായിച്ചു ഗ്രഹിക്കുവാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു എന്ന് ആരൊക്കെ? പി.കെ. മൂസ മൗലവി പുളിക്കൽ, മുജാഹിദിന്റെ അന്നത്തെ ജീവിച്ചിരിക്കുന്ന പരമാത്മാവായിരുന്നു. പിന്നെ രണ്ടാമത്തത് പി. സൈദു മൗലവി, പ്രസിഡന്റ് കേരള ജംഇയ്യത്തുൽ ഉലമ, അവരുടെ പണ്ഡിത സഭയുടെ അന്നത്തെ പ്രസിഡന്റ്. 3 കെ. ഇബ്രാഹിം മൗലവി, സെക്രട്ടറി KJU, അവരുടെ പണ്ഡിത സഭയുടെ സെക്രട്ടറി. 4 ഡോക്ടർ എം ഉസ്മാൻ, പ്രസിഡന്റ് KNM. 5 KP മുഹമ്മദ് മൗലവി, സെക്രട്ടറി കേരള നദ്വത്തുൽ മുജാഹിദീൻ. അന്നത്തെ മുജാഹിദിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള 5 മൗലവിമാർ, സംസ്ഥാന നേതാക്കൾ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള സഹോദരന്മാരെ പുസ്തകമാണിത്. അതിൽ പറഞ്ഞത് എന്താണ്? മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. മുജാഹിദ് വല്ലപ്പുഴയിൽ വെച്ച് പറഞ്ഞതോ എല്ലാ മൗലൂദും ശിർക്കാണ്, ഞങ്ങൾക്ക് വാദമില്ല. നോക്കണം, നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിക്കല്ല് പൊളിച്ച വ്യവസ്ഥയായിരുന്നു വല്ലപ്പുഴ വ്യവസ്ഥ എന്ന വസ്തുത. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ്, അത് പുറത്തേക്ക് വരുമെന്ന ഭീതി കൊണ്ടാണ് അതിനെതിരിൽ പ്രചണ്ഡമായ പ്രചാരണവുമായി മുജാഹിദുകൾ നടക്കുന്നത് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. സഹോദരന്മാരെ, കഴിഞ്ഞില്ല. ഇത് മുജാഹിദിന്റെ പഴയകാല 971 ഓഗസ്റ്റ് ലക്കം 3 പുസ്തകം 1. ഇതിന്റെ സാധനം തുരുമ്പാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പഴക്കമുള്ള സാധനമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നതോ മുജാഹിദിന്റെ അന്നത്തെ ഉമർ മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടക്കുന്നതാണ്. അതിൽ പറയുന്നു, ഇതേ ആശയം അതിൽ പറയുന്നു. എന്നാലും അവ ആചരിക്കുന്നത് നേർച്ചക്കാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടിയാണല്ലോ. അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യൽ ശിർക്കാണെന്നതിൽ സംശയമില്ല. എന്നിട്ട് പറയുന്നു, അതിനാൽ എല്ലാ മാലകളും മൗലീദുകളും റാത്തീബുകളും പരിശുദ്ധ വചനത്തിനു വിരുദ്ധമായ ശിർക്കിന്റെ ആരാധനകളാകുന്നു. എല്ലാ മൗലൂദും ശിർക്കാകുന്നു, ശിർക്കിന്റെ ആരാധനയാകുന്നു. എന്നിട്ട് മൗലവി പറയുന്നതോ അതിൽ യാതൊരു നീക്കുപോക്കും വിട്ടുവീഴ്ചയുമില്ല, ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. സഹോദരന്മാരെ, അവരുടെ ആചാര്യനായിരുന്ന ഉമർ മൗലവിയുടെ സൽസബീലിലാണിത്. സംശയിക്കുന്ന മുജാഹിദുകളുണ്ടെങ്കിൽ ദൂരെ മാറി നിൽക്കണ്ട, രോമത്തിന് തകരാറ് പറ്റില്ല. നിങ്ങൾക്കിത് നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഇതിൽ പറയുന്നത് എന്താണ്? മൗലൂദായ മൗലൂദ് മുഴുവനും ശിർക്കാകുന്നു, അത് ഒരു വിട്ടുവീഴ്ചക്കും നീക്കുപോക്കിനും തയ്യാറല്ല. വല്ലപ്പുഴ മുജാഹിദ് സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥയിൽ പറഞ്ഞതോ മൗലിദുകളുടെ കൂട്ടത്തിൽ ശിർക്കല്ലാത്ത മൗലിദുണ്ട്. ഞാനതിന് കാണിച്ചു തരും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് ഈ വാദം മുജാഹിദ് ഇക്കാലം എത്രയും കൊണ്ടു നടന്നിട്ടുള്ള വാദമാണ്. കഴിഞ്ഞില്ല. 1994 ഓഗസ്റ്റ് 20 ഇറങ്ങിയ മുജാഹിദിന്റെ സൽസബീൽ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. ആ സൽസബീലിൽ ഇതേ ആശയം പറയുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനാൽ എല്ലാ മൗലിദുകളും
എല്ലാ മാലകളും മൗലിദുകളും റാത്തീബുകളും പരിശുദ്ധ വചനത്തിനു വിരുദ്ധമായ ശിർക്കിന്റെ ആരാധനകളാകുന്നു. അതിൽ യാതൊരു നീക്കുപോക്കും വിട്ടുവീഴ്ചയുമില്ല. പറയുന്നതാരാ? സൽസബീൽ മുജാഹിദിന്റെ പത്രമാണ്, ഒറിജിനൽ കോപ്പിയാണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ കടന്നു വരൂ. കഴിഞ്ഞില്ല 971 മെയിലക്കം സൽസബീലിൽ ഇതേ ആശയം വീണ്ടും എഴുതുന്നു. കഴിഞ്ഞില്ല ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ അതിലും അദ്ദേഹം പറയുന്നു, എന്താ മൗലിദുകളൊക്കെ ശിർക്കിന്റെ നടപടിയാകുന്നു. ഈ പുസ്തകത്തിന്റെ 29ാമത്തെ പേജിൽ ഇതാ ഉമർ മൗലവി വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിന്റെ കടമ്പാണ് താനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദ് ആയാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. ഉള്ളടക്കത്തിൽ ഒരു കുഴപ്പമില്ലെങ്കിലും മൗലിദാണോ അത് ശിർക്കാകുന്നു. മുജാഹിദുകളെ, നിങ്ങളെ പഴയകാല നേതാക്കൾ എഴുതി വെച്ചിട്ടുള്ളവ പുസ്തകങ്ങളാണ് എന്റെ കയ്യിൽ. സംശയിക്കണ്ട, ഒറിജിനൽ കോപ്പിയാണ്. ആർക്കും കടന്നു വരാം. 5 പ്രസിദ്ധീകരണമാണ് ഞാൻ കയ്യിൽ വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ പറയുന്നത് മൗലൂദായ മൗലൂദ് മുഴുവനും ശിർക്കാകുന്നു. എന്നാ നിങ്ങൾക്കറിയോ, വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മുജാഹിദുകൾക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് മുജാഹിദുകൾ അവരുടെ വാദം ഉമർ മൗലവിയുടെ ആത്മാവിനെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് ആ വാദം മുജാഹിദ് കുഴിച്ചു മൂടുന്നു. എന്നിട്ട് അവർ പറയുന്നു, മൗലിദുകളിൽ ശിർക്കല്ലാത്ത മൗലിദുണ്ട്, ശിർക്കായതുണ്ട്. എല്ലാ മൗലിദും ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേട്ടോളൂ, ഇവിടെ വ്യവസ്ഥയ്ക്ക് നേതൃത്വം കൊടുത്ത മുജാഹിദിന്റെ നേതാവ് അബ്ദുള്ള സുല്ലമി, അയാൾ പറയുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ, ശിർക്ക് നമ്മളോട് എഴുതിയിട്ടുമില്ല. ശിർക്കായിട്ട് നമ്മളുള്ള മൗലൂദുണ്ട്, ശിർക്കല്ലാത്ത മൗലൂദുണ്ട്. ശിർക്കായിട്ട് നമ്മളുള്ള മൗലൂദുണ്ട്, ശിർക്കല്ലാത്ത മൗലൂദുണ്ട്. കേട്ടില്ലെങ്കിൽ ശിർക്കായിട്ടുള്ള മൗലൂദുണ്ട്, ശിർക്കല്ലാത്ത മൗലൂദുമുണ്ട്. ഉമർ മൗലവിയും വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ വരുന്നത് വരെയുള്ള ഈ കാലയളവിൽ മുജാഹിദ് എഴുതിയിട്ടുള്ള ഈ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൗലിദായ മൗലീദ് മുഴുക്കയും ശിർക്കാകുന്നു. വല്ലപ്പുഴയിൽ ഇവിടെ നടന്ന സംവാദ വ്യവസ്ഥയിൽ വെച്ചുകൊണ്ട് മുജാഹിദ് മൗലവിമാർ ആ വാദം കുഴിച്ചുകൂടുന്നു. ഇതാ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ കൊണ്ടുണ്ടായ നേട്ടം. അവർക്കറിയാം പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അത് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മുജാഹിദുകൾക്കറിയാം. ഇതിങ്ങോട്ട് അറിഞ്ഞപ്പോ മുജാഹിദിന്റെ മറ്റു മൗലവിമാരൊക്കെ പാടെ അന്തം വിട്ടു. എന്താ ഈ പറഞ്ഞത്? ഇക്കാലം എത്രയുള്ള ഒരു മൗലവി നമ്മുടെ പ്രസിദ്ധീകരണവും സൽസബീലും ഈ പുസ്തകങ്ങളൊക്കെ പറഞ്ഞത് മൗലൂദായ മൗലൂദ് ഒക്കെയും ശിർക്കാകുന്നു എന്നായിരുന്നല്ലോ. ഇവിടെ പറയാ ശിർക്കല്ലാത്ത മൗലൂദുമുണ്ട് എന്ന് പറഞ്ഞപ്പോ മറ്റു മൗലവിമാർക്കൊക്കെ ആകെ ഇളകാൻ തുടങ്ങി. അവർക്ക് ആകെ ഈർഷ്യതയും ഈ വ്യവസ്ഥക്ക് പോയവരോട് വല്ലാത്ത ദേഷ്യവുമായി. ചില മൗലവിമാർ എന്താ ചെയ്തു? ഇവർക്കെതിരിൽ കൂക്ക് തന്നെ ചെയ്തു, ഭയങ്കര കൂക്ക്. സക്കരിയ സലാഹി ചെയ്ത സംഭവം നോക്കിക്കോളൂ. സക്കരിയ സലാഹി ഇതാണ് കേട്ടപ്പോ മൂപ്പർക്ക് അരിശം വന്നു. കേട്ടോളൂ, അയാൾ പറഞ്ഞ അയാൾ ചെയ്തേ കേട്ടോളൂ. കണ്ടില്ലേ? അതാണ് കണ്ടോ? എന്താ മൂപ്പരാളുടെ കൂക്കി. ഇത് സദസ്സിന് ആരോന്തോ പറഞ്ഞ മൂപ്പര് സ്റ്റേജിൽ എന്തോ കൂക്ക്. ഒരു മുജാഹിദിന്റെ ആഗോള പണ്ഡിതനായിരിക്കണം, നിങ്ങൾ അറിയണം. ഒരാൾ അവിടുന്ന് ആരോ ഈ ജാതിയല്ലേ പറയാ. അപ്പൊ ആളുകൾ കഥയില്ലാത്തവര് ചിലപ്പോ കൂക്കുമ്പോ ഇയാൾ ഇവിടുന്ന് അങ്ങോട്ട് കൂക്കി കൊടുക്കുക. ആരോ പറഞ്ഞത് നമ്മൾ റിപ്പീറ്റ് ചെയ്തതല്ല അത്രയും കൂക്കൽ അയാൾ തന്നെ കൂക്കി. ഒന്നുകൂടി വെച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ല, അത് മുഴുവനും അയാളെ കൂക്കൽ തന്നെ. ഒന്നുകൂടി വെച്ചു കൊടുക്കാം. മൗലവിമാരുടെ സ്വഭാവം അറിയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ ഇവിടെ ഉണ്ടായതെന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായി ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോ, ഞാൻ എല്ലാം കൂടി പറയാൻ സമയമില്ല,
ആ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോൾ ഉണ്ടായി മൗലവിമാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അതിന് മാല എന്നത് ഒഴിവാക്കാൻ അലവി സഖാഫി പറഞ്ഞു. ഏത് മാലയിൽ വാദപ്രതിവാദം ചെയ്യാൻ അവർക്ക് വല്ലാത്ത ഒരു പേടിയാണ്. അതുകൊണ്ട് ആ സംവാദ വ്യവസ്ഥയിൽ മാല ഒഴിവാക്കണമെന്ന് പറഞ്ഞു. മാല മൗലിദുകൾ എന്നത് മാല ഒഴിവാക്കണമെന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ആ വ്യവസ്ഥയിൽ ആദ്യ ഭാഗത്ത് എഴുതിയ ഒന്നാം സിറ്റിംഗിൽ അവർ എഴുതിയത് തന്നെ എന്തായിരുന്നു? മൗലിദ് പാരായണം എന്ന വിഷയത്തിൽ മാത്രം എന്ന. അതിൽ മാല കടന്നു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു മാല സംവാദം ചെയ്യണോ? ഞങ്ങൾ റെഡി, ഒരു വ്യവസ്ഥ നമുക്ക് വേറെ എഴുതാം, പക്ഷെ എഴുതിയതിൽ അത് പറ്റിട്ടില്ല, അത് വ്യവസ്ഥക്ക് പുറത്താണ്. ഞങ്ങൾ അന്ന് പറഞ്ഞു, കേട്ടോളൂ നിങ്ങൾ, ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്കൂ. രണ്ടാമത്തത് നിങ്ങൾ പറയുന്നത് അത് കടന്നു വരരുത് എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഈ വാദപ്രതിവാദത്തിൽ ഞാൻ പറഞ്ഞു മൗലിദ് പാരായണം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇരുവിഭാഗം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, വാദത്തിന്റെ നിങ്ങൾ എഴുതിയതനുസരിച്ച് മാത്രം ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ അപ്പുറത്ത് അവർ ഉന്നയിച്ച ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വിഷയം മൗലിദ് പാരായണം എന്ന വിഷയം മാത്രമാണ്. മൗലിദ് പാരായണം ചെയ്താൽ നമ്മളെ വിഷയം. അപ്പുറത്ത് പിന്നെ എങ്ങനെ മാല വന്നത്? അത് വരാൻ പാടില്ലല്ലോ. അത് നമ്മൾ വേറൊരു വ്യവസ്ഥ എഴുതേണ്ടതല്ലേ? മാല വരാൻ പാടില്ലല്ലോ. മൗലിദല്ലേ അതിൽ വരാൻ പറ്റുള്ളൂ. മാല ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന ഏത് മാലയെക്കുറിച്ചും ആരുടെ മുമ്പിലും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാല ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന ഏത് മാലയെക്കുറിച്ചും ആരുടെ മുമ്പിലും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാല ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന ഏത് മാലയെക്കുറിച്ചും ആരുടെ മുമ്പിലും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അത് മറ്റൊരു വിഷയം. ഞാൻ പറയുന്നത് നമ്മൾ എഴുതിയ ഈ സിറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ അവിടെ പിന്നെ മാല കടന്നു വരാൻ പറ്റൂല. അവർ മാല കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നു ഇത് മാത്രമല്ല, അതുമായി കണ്ടോ. അപ്പൊ ആ വ്യവസ്ഥയിൽ അതില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മധ്യസ്ഥനായി നിന്നിരുന്ന ആ ടീമിൽപ്പെട്ട ഒരാൾ അത് തുറന്നു പറഞ്ഞു, ശരിയാണ്, അതിൽ പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ. മാല നമ്മളെ വിഷയം മൗലിദ് പാരായണം. ആ നിലക്ക് ഇതിൽ മാല എന്നുള്ളൊരു വാക്കാണ് ഇതിൽ അബദ്ധമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ മാല എന്നുള്ള വാക്ക് ഒഴിവാക്കുന്നതുകൊണ്ട് മുജാഹിദ് വിഭാഗത്തിന് കുഴപ്പമുണ്ടാവാൻ. അപ്പൊ മാല ചർച്ചാവിഷയാകുന്നതിൽ പിന്നെ മറുപക്ഷത്തിന് വളരെ വിഷമം തോന്നുന്നു എങ്കിൽ ഒഴിവാക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമല്ല. ഞങ്ങൾക്കൊരു വിഷമവുമില്ല. പക്ഷെ ഇവിടെ എഴുതിയത് മൗലിദ് പാരായണം എന്നാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കി നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിഷമമില്ല, പക്ഷെ വ്യവസ്ഥയിൽ അത് പറ്റിയിട്ടില്ല. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, അപ്പൊ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശുദ്ധ നുണ മാത്രമാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇനി നിങ്ങൾക്കറിയോ വേറെ ഒരു പ്രചാരണം മുജാഹിദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ ആകെ 5 മൗലിദ് മാത്രമേ ഞങ്ങൾ സുന്നികൾ അംഗീകരിക്കുന്നതുള്ളൂ എന്ന് അലവി സഖാഫി പറഞ്ഞു എന്ന് നാടായ നാട് മുഴുവനും വഹാബികൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുന്നികൾ അംഗീകരിക്കുന്ന മൗലിദ് ഏതൊക്കെയാണ് എന്ന് മധ്യസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു. നിങ്ങൾ അംഗീകരിക്കുന്ന മൗലിദിന്റെ ലിസ്റ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതെന്താ, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് കുറച്ചൊന്നുമില്ല, ലക്ഷക്കണക്കിന് മൗലിദുണ്ട്, എങ്ങനെ അത് ലിസ്റ്റ് ആക്കുക എന്നാ ഞാൻ പറഞ്ഞത്. ആകെ 5 മൗലിദ് അംഗീകരിക്കൂ എന്നല്ല, ഇത് ഉണ്ടായിട്ട് പച്ച നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുകയാണ് മുജാഹിദുകൾ. കേട്ടോളൂ നിങ്ങൾ അന്ന് നടന്ന സംഭവം. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരം വിളിപ്പോൾ ഇന്നല്ല നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല. മനസ്സിലാവുണ്ടോ? കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹിന്റെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, റസൂൽ ഉണ്ടാവും ചെയ്യാമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ മഹാത്മാക്കൾ എഴുതിയതിന്റെ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റാക്കണം പറഞ്ഞാൽ വിഡിത്താണ്. അതാണ് ഞങ്ങൾ തിരിയണ പോലത്തിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അത് ഏതാനും ജോലി പറയട്ടെ, അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാറ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ അത് വാദപ്രതിവാദത്തിൽ ചോദിക്കും പറയും. അതാണ് പ്രശ്നം. അതൊക്കെ ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാ ഞങ്ങൾ പറയുന്നത് ലക്ഷക്കണക്കാന മൗലിദുകളുണ്ട്, അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന 3 മൗലിദ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്.
ഇതിനർത്ഥം വേറെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകളും മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നത് അപ്രായോഗികമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകളും മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നത് അപ്രായോഗികമാണ്. ഉദാഹരണം പറയാം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് പറഞ്ഞാൽ എത്ര ഇമാമുകളിൽ ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ? അതെല്ലാം കൂടി ലിസ്റ്റാക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകളെല്ലാം കൂടി നിങ്ങൾ എഴുതിട്ടെന്ന് പറഞ്ഞാൽ വിട്ടിട്ടുള്ളത്. അതാ ചോദ്യം അപ്രസക്തമാണ്. അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വാദം ചെയ്യാൻ റെഡിയാണ്. കേട്ടില്ല നിങ്ങൾ? ഇതാ ഞാനങ്ങൾ പറഞ്ഞത്. അല്ലാതെ ആകെ 5 മൗലിദുള്ളൂ എന്നല്ല പറഞ്ഞത്. ഇത് ഈ സത്യം അവിടെ ഉണ്ടായിട്ട് പോലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് നുണ പ്രചരിപ്പിക്കുകയാണ് മുജാഹിദുകൾ. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു ദുഷ്പ്രചരണം എന്താണെന്ന് അറിയോ? ഇവിടെ മുജാഹിദ് സുന്നികൾ എന്ത് ചെയ്തു? ഈ സംവാദ വ്യവസ്ഥയിൽ ഒരു മൗലിദ് കിതാബ് തള്ളി എന്നാണ് പുതിയ വേറൊരു പ്രചാരണം. മൗലിദ് കിതാബ് ഒന്നും അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. ഞങ്ങളന്ന് പറഞ്ഞത് എന്താ? എല്ലാ മൗലിദും കൂടി വാദപ്രതിവാദം ചെയ്യാൻ ഒരു വ്യവസ്ഥ ഒരു വാദപ്രതിവാദത്തിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞങ്ങളന്ന് പറഞ്ഞതാ. ആ മധ്യസ്ഥന്മാർ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ 2 മൗലിദുണ്ട്, ഷറഫല്ലനാമും അതുപോലെ മങ്കൂസ് മൗലിദും. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മാത്രമാക്കണ്ട, മുജാഹിദിനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മൗലിദാണ് ബർസഞ്ചി മൗലിദ്. അതും കൂടി ഉണ്ടായിക്കോട്ടെ. ആദ്യം 3 മൗലിദ് നടത്തുക, പിന്നെ വേറെ 3, പിന്നെ 3, അങ്ങനെ 3 നമുക്ക് സംവാദം അങ്ങനെ നടത്തിപ്പോകാം. ഇതാണ് ഞാനെന്ന് പറഞ്ഞത്. എന്നിട്ട് മുജാഹിദ് മൗലിദ് പറഞ്ഞത് എന്താണ്? ആകെ 5 മൗലിദ് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തതൊന്നും പറ്റൂല, മൗലിദ് കിതാബ് അംഗീകരിക്കൂല. അത് അവിടെ വെച്ച് തള്ളി. പുതിയ ദുഷ്പ്രചരണം. കേട്ടോളൂ, ഞങ്ങളന്ന് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോളൂ. ആ 3നെ കുറിച്ച് വാദപ്രചാരണം ഞങ്ങളുണ്ടോ? അത് കഴിഞ്ഞിട്ട് 2ാം ദിവസം നമുക്ക് വേറെയുള്ള 3, അങ്ങനെ 3 ഫോട്ടോ എല്ലാം വാദപ്രചാരണം ചെയ്യാം. എന്താ? അത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അതല്ലാതെ ഒരു 66-ആവട്ടെ 126-ആവട്ടെ എല്ലാ വകയും കൂടി ഒരു വാദപ്രചാരണം നടക്കൂല എന്നതും ഉറപ്പാണ്. ഒരു 66-ആവട്ടെ 126-ആവട്ടെ എല്ലാ വകയും കൂടി ഒരു വാദപ്രചാരണം നടക്കൂല എന്നതും ഉറപ്പാണ്. ഇത് അപ്രായോഗികമാണ്, നടക്കരുത് എന്ന് ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഒരു വാദപ്രതിവാദത്തിൽ 1000-കണക്കായ 100-കണക്കായ മൗലിദുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്രായോഗികമാണ് എന്ന പാരപാഠം അറിയാത്തവർ ഇവിടെ ഇരിക്കുന്നവരാരുമില്ല. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ 3 മൗലിദുകളെ കുറിച്ച് ആദ്യം മൗലിദ് സംവാദം നടക്കട്ടെ, ശേഷം പിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3നെ കുറിച്ച് ഞങ്ങൾ പറയും. 3ാമത്തെ സംവാദത്തിൽ അടുത്ത 3 പറയും. ഇത് ഏവർക്കും ലളിതമായി തിരിയുന്ന കാര്യമാണ്. 10,000-കണക്കിന് അല്ലെങ്കിൽ വലിയ വലിയ ഇമാമുകൾ രചിച്ചിട്ടുള്ള മൗലിദിന്റെ കിതാബുകൾ, അതിന്റെ എല്ലാം കൂടി ലിസ്റ്റ് ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ്, 100 വർഷം ബുദ്ധിശൂന്യതയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതല്ല ഈ മൗലിദുകളൊന്നും. അത് നിങ്ങളുടെ പ്രസ്സിൽ നിന്ന്, മുജാഹിദിന്റെ അൽ-മുർഷിദ് പ്രസ്സിൽ നിന്ന്, മുജാഹിദിന്റെ CH പ്രസ് പോലത്തെ സ്വകാര്യ കമ്പനികളുടെ പ്രസ്സിൽ നിന്നാണ് അത് അച്ചടിച്ചു വിടുന്നത്. അതുകൊണ്ട് അതിനുള്ള വകകളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാഹളം കെട്ടി തിരുവനങ്ങാടിൽ പോയി മുജാഹിദ് പ്രസ്സിലുള്ളവരോടും മുജാഹിദ് പ്രവർത്തകരായ അവരോടും നിങ്ങൾ കാഹളം കെട്ടി പറയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേട്ടോ? വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്നാലും മുജാഹിദ് ഈ ദുഷ്പ്രചരണവുമായി നടക്കുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. നിങ്ങൾ നോക്ക്, മുജാഹിദ് പറഞ്ഞു ആകെ 3 എണ്ണത്തിന് മാത്രമേ വാദപ്രതിവാദത്തിനുള്ളൂ. പിന്നീട് അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ 5 എണ്ണത്തിന് മാത്രമേ വാദപ്രതിവാദത്തിനുള്ളൂ എന്നാണ് വല്ലപ്പുഴയിൽ അവർ സമ്മതിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും ദുഷ്പ്രചരണം. അതും ശരിയല്ല. അവിടെ വെച്ച് ഞാൻ പറഞ്ഞത് ആദ്യം 3, പിന്നെ 3 പോകട്ടാകിട്ട് വാദപ്രതിവാദത്തിന്റെ ശൃംഖല തന്നെ നമുക്ക് നടത്താം. കേട്ടോളൂ നിങ്ങൾ, ഇതിൽ സത്യത്തെ ഞാൻ ഇവിടെ കുഴിച്ചു മൂടുന്നത് നിങ്ങൾ ചിന്തിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞതൊന്ന് കേട്ടോളൂ. 1ാം ഘട്ടം ഈ 3 മൗലിദുകൾ, 1ാം ഘട്ടം ഈ 3 മൗലിദ്, 2ാം ഘട്ടം ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3 മൗലിദ്, പിന്നെ 3 മൗലിദ് നടക്കട്ടെ. സംവാദത്തിന്റെ ശൃംഖല തന്നെ നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പുള്ള ഒരു 5 കൂടെ പറഞ്ഞല്ലോ, 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിച്ചിട്ട് തകരാറില്ല ഞങ്ങൾ പറയും, ഞങ്ങളുടെ കാലത്ത് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ അതിനെക്കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. കണ്ടോ? ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആകെ 3 മൗലിദ് അല്ലെങ്കിൽ 5 മൗലിദ് എന്നല്ല.
സ്വകാര്യ കമ്പനികളാണ് സഹോദരന്മാരെ ഈ മൗലിദ് കിതാബൊക്കെ ഇറക്കുന്നത്. CH പ്രസ്, അൽ മുർഷിദ് പ്രസ്, അതുപോലെ അഷ്റഫി ബുക്സ്, ഇങ്ങനെ കുറെ ബുക്സുകൾ സ്വകാര്യ കമ്പനിക്കാർ അച്ചടിച്ചു വിടുകയാണ്. അതിൽ അവർക്ക് തോന്നിയതൊക്കെ വകകളൊക്കെ കൂട്ടുന്നു, ചില തിരിമറികൾ നടത്തുന്നു. അതുകൊണ്ട് സ്വകാര്യ കമ്പനിക്കാർ അച്ചടിച്ചു വിടുന്ന എല്ലാ മൗലൂദും കൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് പരിശോധിച്ച ശേഷമേ പറ്റുകയുള്ളൂ. ഞങ്ങളന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. എന്നിട്ട് മുജാഹിദ് പറഞ്ഞതോ 66 വക ഏട് കൊണ്ടുവന്നപ്പോ അലവി സഖാവി പറഞ്ഞു അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, ആകെ 5 മൗലിദ് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. നോക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞതെന്താ, ആ 5 വക, അതിലുള്ള 5 മൗലിദുകൾ അത് മർക്കസിൽ നിന്ന് അച്ചടിച്ച് സഹിയാക്കി അച്ചടിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് തകരാറില്ല എന്ന് ഉറപ്പാണ്. ബാക്കിയുള്ളത് പരിശോധിച്ച ശേഷമേ, ആരെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ നമുക്കതിൽ വാദപ്രതിവാദം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കാട് നോക്കാൻ ഞങ്ങൾ വാദപ്രതിവാദം വരിയെന്ന് പറയണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ സംവാദ വ്യവസ്ഥക്ക് വന്നെങ്കിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ച് വരുന്നവർ ചിന്തിച്ചിട്ടാണ് മറുപടി പറയുക. എന്നിട്ട് മുജാഹിദ് പറയുന്നത് എന്താ, 66 വക മൗലിദ് കിതാബ് കൊണ്ടുവന്നപ്പോ അത് സുന്നികൾ തള്ളിയിരിക്കുന്നു. ആ വാദത്തിന്റെ വേറെറുക്കുന്ന മറുപടി ഞങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലിദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് മൗലൂദുകൾ ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അംസാദ് മൗലിദ്, 3 ജാന മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ അമീദ് മൗലിദ്, 7 ഷറഫലന മൗലിദ്, 8 മംബൂസ് മൗലിദ്, 9 മൊഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങളിവിടെ വായിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി, സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ വീടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫല്ലനാം, മറ്റൊന്ന് മംഗൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടും ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശേഷമായി പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദിച്ചതുകൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1 ഷറഫല്ലന മൗലിദ്, മറ്റൊന്ന് മംഗൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഒരു ചോദ്യം, ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവ്വമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. കാരണം പല മൗലിദുകളിലും കടത്തിക്കൂട്ടിയിട്ടുണ്ട്.
ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 185, 255, 333 അതിനൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തിക്കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. പരിശോധിച്ച ശേഷമേ പറ്റൂ. നിങ്ങൾ അപ്പൊ പരിശോധിച്ചിട്ടേ നോക്കാവൂ. കാരണം എന്തൊക്കെയാണ് മുജാഹിദ് പ്രശ്നങ്ങളിൽ നിന്നാണ് ഇത് അച്ചടിച്ചു വിടുന്നത്. അതുകൊണ്ട് നോക്കിയിട്ടേ പറ്റുകയുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒറ്റ മൗലിദും അഞ്ചെന്നല്ലാത്ത എല്ലാ മൗലിദും തള്ളപ്പെടേണ്ടതാകുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ശുദ്ധ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുജാഹിദുകൾ. സഹോദരന്മാരെ, അവരുടെ ഈ പ്രചരണത്തിന് മറ്റൊരു കാരണം എന്താണെന്നറിയോ? ഈ മൗലിദ് കിതാബുകളൊക്കെ അച്ചടിച്ചു വിടുന്നത് മുജാഹിദിന്റെ പ്രസ്സില, അൽ മുർഷിദ് പ്രസ്, അതുപോലെ CH പ്രസ്സിലൊക്കെയാണ്. ഞങ്ങളുടെ ഈ സംവാദവും ഈ പരിപാടിയും ഞങ്ങളിപ്പോ സ്റ്റേജുകളിൽ എല്ലായിടത്തും ഇത് പറയാനും തുടങ്ങിയപ്പോ മുജാഹിദിന്റെ ലാസ്റ്റ് കിട്ടിയ വിവരം, മുജാഹിദിന്റെ പ്രസ്സില് മൗലിദ് കിതാബുകൾ കുന്നുകൂടി കിടക്കുക. എന്തുകൊണ്ട്? ആളുകൾക്ക് കാര്യം തിരിഞ്ഞു, മുജാഹിദിനെ തിരിമറി നടത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും തിരിമറി ഇല്ലാത്ത മൗലിദ് പ്രിന്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക്. അത് അച്ചടിച്ചപ്പോഴേക്കത് തീരും ചെയ്തു നമ്മൾ അച്ചടിച്ചത്. അപ്പൊ മുജാഹിദിന്റെ പ്രസിദ്ധി ഇങ്ങനെ കുവിഞ്ഞുകൂടിയപ്പോ മുജാഹിദുകൾക്ക് അസ്വസ്ഥരായി. അതാണ് പുതിയ ദുഷ്പ്രചരണത്തിന്റെ കാരണമെന്നാണ് രഹസ്യ വിവരം. ഏതാവട്ടെ, ഞാൻ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് പോലെ മൗലിദുകളൊക്കെ തള്ളപ്പെടേണ്ടതാണെന്നോ അസ്വീകാര്യമാണെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്ന CD-യിലുണ്ട്. നിങ്ങളെല്ലാവരും നിർബന്ധപൂർവം എന്ന് ഞാൻ പറയട്ടെ, അത് കേൾക്കുകയും വാങ്ങുകയും അത് കേൾപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുജാഹിദ് പറഞ്ഞിരുന്നു, നാടുകളിൽ ഇന്ന് നടക്കുന്ന മൗലിദുകളൊക്കെ വിദഅത്താണ്, അതിൽ വാദപ്രതിവാദം ചെയ്യണമെന്ന്. ഞങ്ങൾ പറഞ്ഞു അതിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് എന്താ അത് പറയാൻ കാരണം? നാടുകളിൽ പല ജാതി മൗലിദുകളുണ്ട്. കള്ളത്തരീക്കത്തുകാർ അവരുടെ ശൈഖുമാരെ കുറിച്ച് എത്ര മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പൊ ഞങ്ങൾ ഉത്തരവാദിയാകാൻ നടക്കുവോ? നിങ്ങൾ നോക്ക്, ഇത് ഒരുപാട് മൗലിദ്. ഇത് കണ്ടോ, ഇതൊരു കള്ളത്തരീക്കത്തിന്റെ മൗലിദ. വിശദീകരിക്കാൻ സമയമില്ല. ഇതൊരു കള്ളശേഖിന്റെ മൗലിദ, ഇത് വേറൊരു കള്ളശേഖിന്റെ മൗലിദ, ഇത് വേറെ വടകര ശേഖിന്റെ മൗലിദ. ഇതെല്ലാം കൂടി പറയാൻ നല്ല രസ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് വേറൊന്ന്, ഇത് ശംസിയ തരീഖത്തിന്റെ മൗലിദ. ഇത് കണ്ടോ, ഇത് ആലുവ ശേഖിന്റെ മൗലിദ. എത്ര മൗലിദ് ഞാൻ എല്ലാം കൂടി കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് ബാക്കി അവിടെ വെച്ചേക്കുക. അപ്പൊ മൗലിദ് കുറെ കള്ളത്തരീഖത്തുകാർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ സ്വീകരിക്കണം, അംഗീകരിക്കണം നടക്കൂല. ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഈ വ്യവസ്ഥക്ക് വരുന്നത്. ഞങ്ങൾ ബുദ്ധിയുള്ളവരാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ യാഥാർത്ഥ്യം ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ തിരിയുന്നുമുണ്ട്. അതുകൊണ്ടാ വല്ലപ്പുഴയില് സഹോദരന്മാരെ സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം ആ പേരിൽ പിന്നെ മുജാഹിദ് പണ്ഡിതന്മാര് ഇവിടെ ഞങ്ങൾ സുന്നി പണ്ഡിതന്മാര് മുജാഹിദിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയാതിരുന്നത് അതുകൊണ്ടാ. അതിന്റെ യാഥാർത്ഥ്യമില്ല, ദുഷ്പ്രചരണമാകുന്നു. പിന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഞാൻ മംഗലാപുരത്ത് പോയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ഉണ്ട് നിങ്ങളെ വല്ലപ്പുഴയിൽ കുറെ മൗലവിമാര് പിന്നെ നോട്ടീസുണ്ട്. മംഗലാപുരത്തുണ്ട്, കാസർഗോഡ് ഭാഗത്ത് ഞാൻ കണ്ടു. ദീർഘയാത്രയിൽ പോയപ്പോ കാസർഗോഡ് കണ്ടു, മംഗലാപുരത്ത് കണ്ടു. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങളെ വല്ലപ്പുഴ പ്രസിദ്ധമായിട്ടുണ്ട്. എന്താ, സുന്നി പണ്ഡിതന്മാർ ഇതാ മുജാഹിദിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോസ്റ്റർ പതിച്ച് അങ്ങനെ കുറെ ആളുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും വന്നു കൂടി പിരിഞ്ഞു പോയി എന്നല്ലാതെ വല്ലപ്പുഴക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബിദ്അത്തിന്റെ ശർറിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഞാന് ഇവിടെ വന്ന മൗലവിമാരുടെ ഇതിലേക്ക് കടക്കുകയാണ്. വിഷയത്തിന്റെ ഒരു ആമുഖം ഞാൻ ഇവിടെ പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട ഇവിടെ വന്ന മൗലവിമാര് ഒരുപാട് മൗലവിമാർ ഒന്നിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവർ പറഞ്ഞത് ഞങ്ങൾ മുജാഹിദിലേക്ക് വരാനുള്ള കാരണം കിതാബിലുള്ളത് പറയുന്നവരാണ് മുജാഹിദുകൾ. അത് സുന്നിയായ കിതാബിലുള്ളത് പറയാൻ പറ്റൂല. സുന്നികൾ ഇന്ന് വിശ്വസിക്കുന്ന ആചാരങ്ങൾ ആശയങ്ങൾ ഏതുണ്ടോ അതൊന്നും കിതാബിലുള്ളതല്ല. കിതാബിലുള്ളതൊക്കെ അതിനെതിരുള്ളതാകുന്നു. അതുകൊണ്ട് കിതാബിൽ ഞങ്ങൾ കണ്ടത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ മുജാഹിദിലേക്ക് വന്നത്.
ഓലിങ്ങനെ കേട്ടി നോക്കുമ്പോൾ ഒരു കിതാബ് അനുസരിച്ചല്ലാതെ ഇളകൂല, മറിയില്ല, നോക്കൂല എന്ന് തോന്നിപ്പോകുന്ന ആളുകൾ. കേട്ടോളൂ, അതിൽ വന്ന ഒരു മൗലവി സലീം ജമാലി എന്നാണ് എനിക്ക് പ്രസംഗത്തിൽ അനൗൺസ് തിരിഞ്ഞത്. ആളെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ആ കാണുന്ന മൗലവി ആരായാലും ശരി, അയാൾ പറയുന്നതൊന്ന് കേട്ടോളൂ, നിങ്ങൾ വെച്ചു കൊടുക്കും. ഏതെല്ലാം ആചാരങ്ങളുണ്ടോ, ഏതെല്ലാം വിശ്വാസങ്ങളുണ്ടോ അത് മുഴുവൻ ഇല്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ കിതാബുകളുണ്ട്, ആ കിതാബിലുള്ള സത്യം, നിങ്ങളുടെ സത്യം ഈ സമൂഹത്തോട് പറയാൻ ഒരു വേദിക്കുന്ന പ്രസ്ഥാനം അത് സംസ്ഥാനം മാത്രമായിരുന്നാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. കിതാബിലുള്ള കാര്യം പറഞ്ഞുവാണ് വേണ്ടിയാണ്. കിതാബിലുള്ളത് പറയാൻ അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് സുന്നിയിൽ പറ്റൂല. സുന്നികളൊന്നും കിതാബിലുള്ളതല്ല പറയുന്നത്. ഒരു ആര്യമുല്ലെല്ലാം വേണ കണ്ടില്ലേ, മഹാപണ്ഡിതൻ എന്ന് പറഞ്ഞ പണ്ഡിതനാണത്. ആവട്ടെ, ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇനി വേറൊരു മൗലവി ഈയിടെ വന്ന ലബ്ബദാരിമി. ആ ലബ്ബദാരിമി എന്ന് പറയുന്ന മൗലവി, അയാൾ തമാശയം പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. അയാൾ പറഞ്ഞതൊന്ന് പറയട്ടെ, വെച്ചുകൊടുക്കും. പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യങ്ങൾ മുൻഗാമികളായ മഹാന്മാരായ സലഫുകളായ പണ്ഡിതന്മാർ എഴുതിവെച്ചിരിക്കുന്ന കിതാബുകളിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നത് ഇവരുടെ മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനവുമായി അടുക്കാൻ കാരണം. കണ്ടോ, അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് കിതാബിലുള്ളത് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ മുജാഹിദിലേക്ക് വന്നത്. രണ്ടാമത്തെ മൗലവി. ഇത് വേറൊരു മൗലവി മുഫത്തിഷ് ദാരിമിയുണ്ട്. ആ ദാരിമിയുടെ കഥ ഒന്നിപ്പോ ഞാൻ പറയുന്നില്ല. അതൊന്നിപ്പോ ഞാൻ പറഞ്ഞിട്ട് അത് സമയം കളയുന്നില്ല. അയാളെ നാട്ടിൽ പോയി അന്വേഷിച്ച് നോക്കി അറിയാം ബാക്കി. ഇത്രയും ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. അയാൾ പറയുന്നു എന്ന് കേട്ടോളൂ നിങ്ങൾ. അയാളും ഇതേ ആശയം പറയുന്നു. വെച്ചുകൊടുക്കും. ബഷീർ ദാരിമി. ആ ഓരോരുത്തർക്കൊന്ന് വായിച്ചു കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ചുരുക്കത്തിലൂടെ വരാനില്ല പഠിക്കുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് കിതാബുകൾ പരിശോധിക്കുന്നു. കിതാബുകൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുക. കർണാടകത്തിൽ അവർക്ക് സത്യം മനസ്സിലാക്കാൻ നമ്മൾ നിലവിലെന്ന് തുറന്നു പറയാനും അത് പറയുമ്പോഴാണ് പ്രതികൾ പ്രയാസങ്ങളെ അഭിജിക്കാനും അദ്ദേഹം ഉത്തരവാദം കർണാടകത്തിൽ ഗുണകുമാരാകട്ടെ എന്ന് അതാണ് കിതാബിലുള്ളത് മാത്രം. അതാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് മുജാഹിദിലേക്ക് വന്നത്. ഇനി വേറൊരു മൗലവി മുഹമ്മദ് ദാരിമി ഒളവട്ടൂർ, വേറൊരു പുതിയ മതം മാറിയ മൗലവി. അയാൾ പറയുന്നതും ഇതേ ആശയം തന്നെ വെച്ചുകൊടുക്കുക. എനിക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തിൽ കടന്നു വന്നത് കിതാബ് ഓടി പഠിച്ചത് ശരിക്ക് വായിച്ചു ശരിക്കും നോക്കി അത് ഓടി പഠിക്കലാണെന്ന് ബോധം ചെയ്തു. അങ്ങനെ ഓടിപ്പോയി നിങ്ങൾ ശരിക്കും ഈ അതിന് കാരണമുണ്ട്. ഇപ്പോഴത്തെ ഇസ്ലാമിക പ്രസ്ഥാനക്കാരങ്ങള് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ പറഞ്ഞു കിതാബിൽ നോക്കിയാലും അതിനെ എനിക്ക് പറയാനുള്ളത് മുമ്പും മഹലിൽ പതിമൂന്ന് പതിനാമൂന്ന് വായിച്ച് നോക്കി. ഇവരുടെ പാവപ്പെട്ട മുജാഹിദിനോട് പറയാനുള്ളത് അവർ വായിച്ച് നോക്കട്ടെ. എന്നിട്ട് ഈ മുജാഹിദ് പറഞ്ഞത് ശരിയാവില്ലേ, അതിലുണ്ടോ ഇല്ലേ നോക്കി എന്നിട്ട് അല്ലാതെ ഈ പറയുന്നൊക്കെ തെറ്റാണ്, അവർ പേശാണെന്ന് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞു. വിമർശിക്കുന്നതിന് മുമ്പ് സുന്നികളും മുസാലിമീങ്ങളും പണ്ഡിതന്മാരും മുജാഹിദ് പറയുന്നത് കിതാബിലുള്ളതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന എല്ലാവർക്കും പറയാനുള്ളത് അതാണ്. അതായത് സുന്നികളായ നമ്മൾ പറയുന്ന ആശയങ്ങൾ, തവസ്സുല്, ഇസ്തിഗാസ, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ അതൊന്നും കിതാബിലില്ല. അല്ല, ഇവർ ഏത് കിതാബാ നോക്കിയത്? അത് നമുക്കൊന്ന് അറിയാൻ സംശയമുണ്ട്. കിതാബിലുണ്ടോ ഇല്ലേത് നോക്കണമെങ്കിൽ സഹോദരന്മാരെ കിതാബ് നോക്കണ്ടേ? എന്നാലല്ലേ കിതാബിലുണ്ടോ ഇല്ലേ സുന്നി ആശയങ്ങൾ എന്ന് അറിയുകയുള്ളൂ. അതറിയില്ല, അത് പഠിക്കൂല. ദർസിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദുമാരെ കുരുത്തക്കേട് തട്ടിയിട്ട് അതാ മുഫത്തിഷ് ദാരിമിണ്ടല്ലോ, ആ ദാരിമി ആളെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ കുറച്ചു കാലം ഉള്ളാൾ തങ്ങളുടെ കീഴിലുള്ള മദനി അറബി കോളേജിൽ നിന്ന് പഠിച്ചു. എന്നിട്ട് അവിടുന്ന് പോരാൻ കാരണം എന്നാളിങ്ങനെ അന്വേഷിച്ചോ മൗലവിമാര്? ഇല്ല, ഉള്ളാൾ തങ്ങളെ കുരുത്തക്കേട് തട്ടിയിട്ട് അവിടുന്ന് പോകുന്നത്. ആ കഥ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട സഹോദരന്മാരെ. അങ്ങനെ ഓരോരുത്തർക്കും അവരുള്ളവരുടേതായ കുഴപ്പങ്ങളുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞത് എന്താണ്? കിതാബിലുള്ള കാര്യങ്ങളല്ല സുന്നത്ത് ജമാഅത്ത് സുന്നികൾ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. സുന്നികൾ പറയുന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് തവസ്സുലാണ്. സഹോദരന്മാരെ, തവസ്സുലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം. തവസ്സുലിനെ കുറിച്ച് കിതാബിൽ പറയുന്നത് എന്താണ്? തവസ്സുൽ ചെയ്യണം എന്നാണ്, ചെയ്യണ്ട എന്നല്ല. നോക്കൂ നിങ്ങൾ, ശാഫിഈ ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥം
ഷാഫി ഫിഖിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്, കിതാബാണ് ശറഹുൽ മുഹദ്ദബ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് എന്ത് പറയണം? അല്ലാഹുവിന്റെ റസൂലിനെ വഫാത്തായി ഖബറിൽ കിടക്കുന്ന നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയണം, സുമ്മ യർജിഉ ഇലാ മൗഖിദിഹിൽ അവ്വലി ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് മുന്നിട്ട് അവൻ നിൽക്കണം. എന്നിട്ട് എന്തു ചെയ്യണം? അവിടെ വെച്ച് പറയണം, വയതബസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി. ഇമാമുന നവവി റഹിമഹുല്ലാഹ്, രണ്ടാം ശാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി തന്റെ വിശ്വപ്രസിദ്ധമായ കിതാബ് ശറഹുൽ മുഹദ്ദബ് എന്ന ബന്ധത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, വഫാത്തായ നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്യണം, അത് പുണ്യകർമ്മമാകുന്നു. മാത്രമല്ല വയസ്തശ്ഫിഉ ബിഹി, ആരംഭ റസൂലിനോട് ശഫാഅത്ത് തേടണം, അത് പുണ്യകർമ്മമാകുന്നു. വിവരമില്ലാത്ത മൗലവിമാരെ, ആ ജാഹിലുകളായ മൗലവിമാരെ, താടിക്കൊണ്ടുവന്ന മുജാഹിദുകളെ, നിങ്ങൾ കിതാബ് കണ്ടിട്ടുണ്ടോ? കിതാബ് നോക്കിയിട്ടുണ്ടോ? ഏത് കിതാബാണ് നിങ്ങൾ നോക്കിയത്? മൗലവിമാര് കുറിച്ചു കൊടുത്ത കുറിപ്പല്ലാതെ കിതാബ് നോക്കിയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? വെല്ലുവിളിക്കുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് ഒന്നല്ല, 100 ഞാൻ ഇങ്ങനെ പറയാൻ ഈ നിന്ന നൃത്തത്തിൽ എനിക്ക് കഴിയും. സമയമില്ലാത്തത് കൊണ്ടാണ്. തവസ്സുൽ ചെയ്യണമെന്ന് സുന്നികൾ പറയുന്നു, പുണ്യകർമ്മമാണ്, സുന്നത്താണെന്ന് സുന്നികൾ പറയുന്നു. കിതാബിലില്ല എന്നാ മുജാഹിദ് പറയുന്നതെങ്കിൽ ഇതാ കിതാബിലുണ്ട്, നിങ്ങൾ കേട്ടോളൂ. ഇത് കിതാബിലില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ മുജാഹിദിലേക്ക് പോകണ്ട എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഇടയാളനാക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന്റെ ഇടയിൽ മറ്റൊരാളെ ഇടയാളനാക്കുക. ഞങ്ങൾ കിതാബ് ഉദ്ധരിച്ചിട്ട് നിങ്ങൾക്ക് സ്വീകാര്യമല്ലേ? നിങ്ങളെ നേതാവ് സക്കരിയ സലാഹി പറയുന്നത് കേൾപ്പിച്ചേരാ. ദ്വാരക്കാൻ വേണ്ടി നമ്മളെക്കാളും മുന്തിയ ആളെ കൊണ്ട് ഇടയാളനാക്കി അയാളെ കൊണ്ട് ദ്വാരിപ്പിക്കാം. ആരാ പറയുന്നത്? സക്കരിയ. കേട്ടോളൂ നിങ്ങൾ. ഞാൻ ബഹ്റൈനിൽ ഒരു മുഖാമുഖം നടത്തി. അതിന് മറുപടിയായി സക്കരിയയെ കൊണ്ടുപോയി നടത്തിച്ച മുഖാമുഖത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ പ്രവർത്തകന്മാര് ചോദിച്ചു. അദ്ദേഹം സക്കരിയ അതിന് മറുപടി പറയാൻ നിർബന്ധിതനായി. കേട്ടോളൂ നിങ്ങൾ. പറഞ്ഞല്ലോ, അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകരുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. ഉന്നതന്മാരായ ആളുകളോട് ആവശ്യപ്പെടാം. അതന്നെ പറയൂ സക്കരിയ. അതന്നെ മുജാഹിദുകളെ ഞങ്ങളും പറയുന്നത്. അപ്പൊ കിതാബിലില്ല എന്ന് പറഞ്ഞത് ശുദ്ധാസംബന്ധം. ഞാൻ വിശദീകരണം ചുരുക്കുന്നു. മറ്റൊരു കാര്യം നമ്മൾ സുന്നികൾ ചെയ്യുന്നതാണ് ഇസ്തിഗാസ. മഹാന്മാക്കളോട് സഹായം നേരിട്ട് ചോദിക്കുക. അത് കിതാബിലില്ലാതെ മുജാഹിദ് പറഞ്ഞത്. മൗലവിമാരെ ഇവിടെ കൊണ്ടുവന്ന പേറിക്കൊണ്ടുവന്ന മൗലവിമാരെ മുഴുക്കയും അവർക്ക് നേതൃത്വം നൽകുന്ന മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കളെ മുഴുക്കയും ഞാൻ വെല്ലുവിളിക്കുന്നു. കിതാബിലില്ലെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ശാഫി മദ്ഹബിലെ കിതാബ് നോക്കിയാൽ മതി എന്നാ മൗലവി പറഞ്ഞത്. കേട്ടോളൂ. ഈ രണ്ടാം ശാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവിയുടെ ഉദ്ധരണി ഞാൻ വായിച്ചു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റംലി ഹിജറ 1004 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഇമാം മുഹമ്മദ് റംലിയുടെ ഫതാവയാണ് എന്റെ കയ്യിൽ. ഇസ്തിഗാസയെ കുറിച്ച് മഹാൻ പറയുന്നു, ചോദിക്കുന്നു. അല്ല അമ്മ സുഇല അമ്മാ യഖഉ മിനൽ അമതി മിൻ ഖൗലിഹിം ഇൻദ ശദായിദി യാ ശൈഖ് ഫുലാൻ യാ റസൂലല്ലാഹ് വനഹവ ദാലിക മിനൽ ഇസ്തിഗാസതി ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ് സാലിഹീന ഫഹൽ ദാലിക ജായിസുൻ അം ലാ. അംബിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളെ വിഷമസന്ധിയിൽ വിളിച്ച് സഹായം തേടുന്ന പരിപാടിയുണ്ട്. ബദരീങ്ങളെ, മുഹയ്യിദ്ദീൻ ശൈഖേ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് സഹായം തേടുന്ന പരിപാടിയുണ്ട്. അത് അനുവദനീയമാണോ അല്ലയോ? ചോദിച്ചപ്പോ വിശദമായ ചോദ്യമാണ്. ഇമാം റംലി മറുപടി പറയുന്നു. ഫഅജാബ ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ് സാലിഹീന ജായിസത്തുൻ.
അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മഹാത്മാക്കൾ അവരോട് സഹായം ചോദിക്കൽ അത് അനുവദനീയമാണ്, അത് ശിർക്കല്ല. അതാത് പറയുന്നത് കിതാബിലില്ലാന്ന് ജാഹിദുകളായ മൗലവിമാരെ, നിങ്ങൾ പറഞ്ഞ, നിങ്ങളെ കൊണ്ടുവൻ പറയിപ്പിച്ച മുജാഹിദുകളെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇമാമുകളാണ് കിതാബിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മാത്രമല്ല മഹാൻ പറയുന്നു, വലിറുസുലി വല്ലംബിയാഇ വൽഔലിയാഇ വസ്വാലിഹീന ഇദാഫത്തുൻ ബഅദ മൗതിഹിം, മഹായിമാക്കൾക്ക് വഫാത്തിന് ശേഷം അവരെ സഹായിക്കാൻ കഴിയും. മൗലവിമാരെ, മുജാഹിദുകളെ, നിങ്ങൾ കിതാബ് നോക്കിയിട്ടുണ്ടോ? കിതാബിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ നിലയുറപ്പിച്ചിട്ടുള്ളത് പർവ്വത സമാനരായ നബവി ഇമാമിനെ പോലെയുള്ള, റംലി ഇമാമിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ പുറകിലാണ്, പിന്നിലാണ് ഞങ്ങളൊക്കെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അവരൊക്കെ പറയുന്നത് ഇസ്തിഗാസ അനുവദനീയെന്ന. നാം മുജാഹിദ് മൗലവി എന്താ പറയുന്നത്? കിതാബിലുള്ളതല്ല പറയുന്നത്. ഇവിടെ പ്രസംഗിച്ചതിന്റെ വേറൊരു ഉളവട്ടൂർക്കാരനാണെന്ന് തോന്നുന്നു. ഒരു കാര്യം പറഞ്ഞാൽ എന്താ? മഹാത്മാക്കളെ പ്രാർത്ഥിക്കുക എന്നാ ഇവര് പറയാ. നമ്മൾ സഹായം ചോദിക്കുന്നതിനെ കുറിച്ച്. അങ്ങനെ ചെയ്യൽ ശിർക്കാകുന്നു, അങ്ങനെ വിളിച്ചവൻ മുശ്രിക്കാകുന്നു. ആരാ പറയുന്നത്? മുജാഹിദ്. ഇവിടെ വന്ന് നിങ്ങൾ സാധിപ്പിടിച്ചു കൊണ്ടുവന്ന മഹാപണ്ഡിതൻ പറയുന്നത് അങ്ങനെയാണ്. കിതാബിലുള്ളതോ അത് അനുവദനീയമാണ്. ആരാ കിതാബിലുള്ളത് പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചോളൂ. അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കാൻ പാടില്ല, അവൻ ചെറുതാണ് ചെയ്യുന്നത് എന്ന് ആളുകളെ പ്രസ്ഥാനം പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ, നമ്മുടെ കൂട്ടിൽ സാധാരണക്കാരൻ കിതാബോധി പഠിച്ച ആൾക്ക് കുറവായിരിക്കും. ഈ സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത്